വളരെ വ്യക്തമാണ്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുവാനായിട്ടാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ സർക്കാർ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. അതിന് സെന്റ് ജോസഫ് പോലുള്ള വിവിധങ്ങളായിട്ടുള്ള മാനേജ്മെന്റ്, എയ്ഡഡ്, പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഒക്കെ പൂർണ്ണമായ പിന്തുണയോടുകൂടി മാത്രമേ നമുക്ക് കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. ആ മേഖലയിൽ നിങ്ങളൊക്കെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സംഭാവനകളും നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓട്ടോണമസ് പദവി എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമാണ്. അത് വെറുതെ കിട്ടിയതല്ല, മറിച്ച് 7 പതിറ്റാണ്ടിന്റെ പ്രവർത്തന മികവ് കൊണ്ട് KRF റാങ്കിങ്ങിലും അതുപോലെ തന്നെ NIRF റാങ്കിങ്ങിലും ഒക്കെ മികച്ച റാങ്ക് കരസ്ഥമാക്കാനും NAC A+ ഗ്രേഡ് കരസ്ഥമാക്കാനും ഒക്കെ ഈ സ്ഥാപനത്തിന് സാധിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു ഓട്ടോണമസ് പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞത് എന്ന് നമുക്കറിയാം. അത് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന മികവിനുള്ള ഒരു അംഗീകാരമാണ്. ഈ ഓട്ടോണമസ് പദവി കരസ്ഥമാക്കിയ സെന്റ് ജോസഫ് കോളേജിനെ എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞാൻ സെന്റ് ജോസഫ് കോളേജിനോട് ഞാൻ പറയുന്നു, ഓട്ടോണമസ് കോളേജ് എന്ന നിലയിൽ അക്കാദമിക രംഗത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനായിട്ടുള്ള എല്ലാ സൗകര്യവും കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകൾക്ക് ഉറപ്പുകൊടുക്കുന്നത്, ലഭ്യമാക്കുന്നത് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങളെ കൂടുതൽ മികവ് പുലർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകുക എന്നുള്ളത് തന്നെയാണ് ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളെ നോക്കിക്കാണുക, ആ രീതിയിലാണ് നോക്കിക്കാണുന്നത്.